നമസ്കാരം. അങ്ങനെ പ്രതിപക്ഷം കാത്തിരുന്ന ആ സുദിനം സമാഗതമാവുകയാണ്. അതായത് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായി മാസങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമും. അതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ചർച്ച വേണം. അങ്ങനെ നിരന്തര ആവശ്യങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങിയിരിക്കുകയാണ്. ഇന്ന് ലോക്സഭയിൽ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. ഏതാണ്ട് 10 ചോദ്യശരങ്ങളുമായാണ് പ്രതിപക്ഷം ഇതിനായി തയ്യാറെടുക്കുന്നത്. പ്രധാന ചോദ്യങ്ങൾ ഇതാണ്. കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. 2023 ഡിസംബറിൽ പൂഞ്ചിലും ഗംഗാഗിറിലും 2024 ഒക്ടോബർ ഗുൽമാർഗിലും ആക്രമണം നടത്തിയത് ഇതേ ഭീകരരാണെന്നാണ് റിപ്പോർട്ട്. ഇവരെ പിടികൂടാത്തത് എന്തുകൊണ്ട്? അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ മുമ്പും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആ സമയത്ത് തന്നെ ഇവരെ പിടികൂടിയിരുന്നെങ്കിൽ പഹൽഗാം ഒഴിവാക്കാമായിരുന്നു. ഇൻ്റലിജൻസ് വൃത്തങ്ങളുടെ ഗുരുതര വീഴ്ചയാണ്, അതിൻ്റെ ഉത്തരവാദി സർക്കാരാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഏപ്രിൽ 24-ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ സർക്കാർ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച സമ്മതിച്ചു. സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി? അപ്പോൾ സർക്കാർ നേരത്തെ തന്നെ സുരക്ഷാ വീഴ്ച സമ്മതിച്ചു. അത് എങ്ങനെ ഉണ്ടായെന്ന് വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ജൂലൈ 14-ന് പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് ജമ്മു കാശ്മീർ ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് സിൻഹ പരസ്യമായി സമ്മതിച്ചു. ഇൻ്റലിജൻസ് ഏജൻസിയുടെ വിവരമുണ്ടായിട്ടും പ്രധാനമന്ത്രിയുടെ പരിപാടികൾ റദ്ദാക്കിയിട്ടും എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല? ഇനി നാലാമത്തെ ചോദ്യം. മെയ് 30-ന് സിംഗപ്പൂരിൽ വെച്ച് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടങ്ങളുണ്ടായി എന്ന് വെളിപ്പെടുത്തി. എന്തുകൊണ്ട് ഇക്കാര്യം രാജ്യത്ത് വിശദീകരിക്കുന്നില്ല? അതായത് CDS, അതായത് സംയുക്ത സേനാ മേധാവി നേരത്തെ പഹൽഗാമിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനിക നടപടിക്കിടെ ഇന്ത്യക്ക് ചില വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എന്നാൽ അത് ഒരു സൈനിക നേതൃത്വമാണ് ഇക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം നടത്തിയത്. രാജ്യം എന്തുകൊണ്ട് ജനങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പിന്നെ ജൂൺ 29-ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശിവ് കുമാറും ഓപ്പറേഷൻ സിന്ദൂറിനിടെയുള്ള നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. രാജ്യത്തെ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്നാണോ ഇക്കാര്യങ്ങൾ അറിയേണ്ടത്? അതായത് നേരത്തെ CDS പറഞ്ഞതിന് സമാനമായ ഒരു വെളിപ്പെടുത്തലാണ് ഡിഫൻസ് അറ്റാഷയും പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ചും പ്രതിപക്ഷം വിശദീകരണം ആരായുന്നുണ്ട്. പിന്നെ ആറാമത്തെ ചോദ്യം. ജൂലൈ 4-ന് കരസേനാ ഉപമേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ രാഹുൽ R. സിംഗ് ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ ചൈനയെ നേരിട്ടു എന്ന് വെളിപ്പെടുത്തി. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഉണ്ടാകുമ്പോൾ ചൈന ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അതിർത്തിയിൽ കാലാകാലങ്ങളായി എന്തെങ്കിലും തരത്തിലുള്ളൊരു സൈനിക മുന്നേറ്റം നടത്താറുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കരസേന ഉപമേധാവി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ സ്ഥിരീകരണം ഉണ്ടോ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. ഇനി ഏഴാമത്തെ ചോദ്യം. മെയ് 10 മുതൽ ട്രംപ് മധ്യസ്ഥ അവകാശം ഉന്നയിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ 5 ജെറ്റുകൾ നഷ്ടമായി എന്ന് പറയുന്നു. സത്യാവസ്ഥ എന്ത്? അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയുടെ വ്യാപാര കരാർ വെച്ചൊരു വിലപേശൽ നടത്തിയതുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറയുന്നു. ഇന്ത്യക്ക് ആ യുദ്ധത്തിൽ 5 സൈനിക വിമാനങ്ങൾ നഷ്ടമായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടെന്ത്, വിശദീകരണമെന്ത്? ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ട്രംപിനോട് ഫോൺ മുഖേന ഇന്ത്യയുടെ നിലപാട്, രാജ്യത്തിൻ്റെ നിലപാട് അറിയിച്ചതാണ്. ഒരു മധ്യസ്ഥ നീക്കം ഇന്ത്യ ഒരു കാലത്തും അംഗീകരിക്കുന്നതല്ല എന്നാണ് പ്രധാനമന്ത്രി അന്ന് വിശദീകരിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ സഭയിൽ സർക്കാർ വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അടുത്ത 8ാമത്തെ ചോദ്യം. ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ച് 3 ദിവസത്തിന് ശേഷം വാജ്പേയി സർക്കാർ 4-അംഗ അവലോകന സമിതി രൂപീകരിച്ച റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. സമാനമായി സമിതി രൂപീകരിക്കുന്നു. അതായത് കാർഗിൽ യുദ്ധസമയത്ത് സർക്കാർ യുദ്ധം അവസാനിച്ച് 3-ൻ്റെ അന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. സമാനമായൊരു റിപ്പോർട്ട് ഇത്തവണ അവതരിപ്പിക്കുന്നുണ്ടോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇനി 9ാമത്തെ ചോദ്യം. ഇരു സഭകളിലെയും ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുമോ? 10ാമത്തെ ചോദ്യം. വീഴ്ചകളുടെയും പരാജയത്തിൻ്റെയും ഉത്തരവാദിത്വം മോദി സർക്കാർ ഏറ്റെടുക്കുമോ? അപ്പോൾ ഇങ്ങനെ എണ്ണിയുള്ള 10 ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ലോക്സഭയിലും അതേസമയം തന്നെ രാജ്യസഭയിലും 16 മണിക്കൂർ വീതം നീളുന്ന ചർച്ചകളാണ് നടക്കുക. ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും, നാളെ രാജ്യസഭയിലും ചർച്ച നടക്കും. 2 ഭാഗത്തു നിന്നും മുതിർന്ന നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭരണപക്ഷത്തിന് വേണ്ടി
ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഒരു പക്ഷേ പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി തന്നെ നേരിട്ടിടപെട്ട് ചർച്ചയിൽ സംസാരിക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ചർച്ചകൾക്ക് തുടക്കമിടുക. മുതിർന്ന നേതാക്കളും ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധാകേന്ദ്രമാകുക ശശി തരൂരായിരിക്കും. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാനായി അത് വിളിച്ചു പറയാനായി പോയ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ശശി തരൂർ. അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താൽപ്പര്യാർത്ഥമാണ് ശശി തരൂരിനെ ആ സംഘത്തിൽ നിയോഗിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലും അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിടാൻ അല്ലെങ്കിൽ ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തി വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കേന്ദ്രത്തിൻ്റെ ക്ഷണം ശശി തരൂർ വ്യക്തിപരമായി സ്വീകരിച്ച് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രതിനിധി സംഘത്തിൽ പങ്കെടുത്ത് വിവിധ രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചത്. എന്നാൽ ഈ ചർച്ചയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും കാര്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ, വിമർശന മുനയിൽ നിർത്തുമ്പോൾ ശശി തരൂർ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ശശി തരൂർ ഏതെങ്കിലും സാധ്യതവശാൽ ഭരണപക്ഷത്തെ വിമർശിക്കുന്ന തരത്തിൽ ഇടപെട്ട് സംസാരിച്ചാൽ അത് വലിയ രീതിയിലുള്ള ഗുരുതര പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ അല്ലെങ്കിൽ രാജ്യത്തെ ഒന്നാകെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇന്ത്യൻ നിലപാടുകൾ പറയാനായി വിദേശ രാജ്യങ്ങളിൽ പോയ ശശി തരൂർ സർക്കാരിനെ വിമർശിച്ച് സഭയിൽ നിലപാടെടുത്താൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തും. എന്നാൽ തരൂർ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് ധാരണയാവുകയും അത് ഓരോ നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ച രേഖാമൂലം പാർലമെൻ്ററി കമ്മിറ്റിയിൽ എഴുതി നൽകി അനുമതി വാങ്ങേണ്ടതുണ്ട്. എന്നാൽ തരൂരിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് തരൂർ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തരൂർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് വാർത്തകൾ. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഇടപെടുകയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. രാജ്യസഭയിലും ചർച്ച നടക്കും. നാളെ ആയിരിക്കും ചർച്ച. 16 മണിക്കൂർ നീളുന്ന ചർച്ചയായിരിക്കും ഉണ്ടാവുക. അവിടെ സഭാ നേതാവായിട്ടിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കും പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുക. ഭരണപക്ഷത്തിന് വേണ്ടി മുതിർന്ന നേതാക്കൾ അവിടെയും നിലപാടുകൾ അറിയിക്കും. അതായത് പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായ ആവശ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും സർക്കാർ വിശദീകരിക്കണമെന്നുള്ളത്. കാരണം ഒരുപാട് അഭ്യൂഹങ്ങൾ ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ വിമർശനം സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് തന്നെയാണ്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ഭീകരർ ആ താഴ്വരയിൽ, വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന താഴ്വരയിൽ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് പോലും കൃത്യസമയത്ത് അവിടെ പോലീസിനോ സൈന്യത്തിനോ ഇടപെടാൻ സാധിച്ചില്ല. ഈ ഭീകരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് അവരെ ഇതുവരെ പിടികൂടാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ വീഴ്ച ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതും സർക്കാരിനെ സംബന്ധിച്ചൊരു തലവേദന പിടിച്ച കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന് വിമർശനം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട്. അതിന് ഭരണപക്ഷം എന്ത് മറുപടി പറയും എന്നതാണ് അറിയേണ്ടത്. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങൾ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു വെളിപ്പെടുത്തൽ നടത്താനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതൊരു സൈനിക രഹസ്യമായതുകൊണ്ട് തന്നെ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാകില്ല എന്നുള്ളതാണ് സൂചനകൾ.